അച്ഛൻ ഇപ്പൊ ഇല്ല അല്ലെ? അച്ഛൻ അച്ഛൻ മരിച്ചു 3 വർഷം കുറെ കാലമായോ? 3 വർഷം. എങ്ങനെയാ മരിച്ചത്? അച്ഛന് കോവിഡ് സമയത്ത് അറ്റാക്ക് ആയിരുന്നു. അച്ഛൻ പെട്ടെന്ന് അതായത് തലേന്ന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ അച്ഛൻ എണീറ്റ് അപ്പൊ അമ്മ ഒപ്പം നീറ്റപ്പോ അമ്മോട് പറഞ്ഞ് കിടന്ന സമയമായിട്ട് അമ്മ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ തൊഴിലുറപ്പിന്. അപ്പൊ നിനക്ക് പോകാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഫ്ലാസ്കിൽ നിന്ന് ചായയൊക്കെ എടുത്ത് കുടിച്ച് വന്ന് കിടന്നുറങ്ങിയുള്ള ആള് പിന്നീട് നീറ്റില്ല. അച്ഛൻ പക്ഷേ സാധാരണ രീതിയിൽ അവധിയൊന്നും എടുക്കാതെ ജോലി ചെയ്ത ആളല്ലേ? പക്ഷെ അച്ഛന്റെ എന്താണ് ഇത് മരണം സംഭവിക്കുന്ന 2 വർഷം മുന്നേ അച്ഛന്റെ കാലൊന്നും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ അതുവരെ കണ്ടുള്ള അച്ഛനെ ആയിരുന്നില്ല. അച്ഛൻ ഭയങ്കര ഒരു കുഞ്ഞുകുട്ടിയെ പോലെ ആയിരുന്നു. നമ്മളോടൊക്കെ ഇപ്പൊ പേരക്കുട്ടികളോടൊക്കെ അങ്ങനെ അതായിട്ട് അച്ഛന് ഭയങ്കര കൂട്ടായിട്ടൊരു ആ സമയത്ത് ആടിനൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും കൂടെ മേടിച്ചു തന്നു ആട്ടിൻകുട്ടീനെ. അപ്പൊ അത് അച്ഛൻ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത്. നമ്മളിപ്പോ ഞാനിപ്പോ തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നു. അപ്പൊ വീക്കെൻഡിലൊക്കെ ഇതേപോലെ മിക്ക സമയം ഞാൻ ഓഫ് കിട്ടുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടി ചെല്ലുമായിരുന്നു. അതിന് ശേഷം അപ്പൊ നമ്മൾ ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ നമ്മളെ ബാഗൊക്കെ തുറക്കുമ്പോ തന്നെ നോക്ക് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പോത്തീസിന് ഒരു ഷർട്ട് മേടിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ഷർട്ട് മേടിച്ച് അവിടുന്ന് ഒരു ഇതേപോലെ അച്ഛനെ പോലെ പ്രായമായ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനോട് അറ്റാച്ച്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടായിരുന്നു. അച്ഛൻ്റെ ഒരു അച്ഛൻ പോയതിന് ശേഷം ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയും പിന്നെ എന്താ പറയാ, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾ ഇത്രയും പെൺകുട്ടികളാണ്, ഞങ്ങൾ 5 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത്. അപ്പൊ ഈ പെൺകുട്ടികളാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അച്ഛയെന്നേ വിളിക്കുള്ളൂ. ചേച്ചിയൊക്കെ ആണെങ്കിൽ അച്ഛയെന്നേ വിളിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു സാധനം അച്ഛൻ പെട്ടെന്നേ, കാരണം ഞങ്ങളെ അച്ഛൻ ആണെങ്കിലും ഞാനാണെങ്കിലും ആ സമയത്ത് തിരുവനന്തപുരത്ത് നിൽക്കും. കോവിഡിൽ പെട്ടുപോയിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ ട്രെയിനിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കും, ചേച്ചിമാരെയൊക്കെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും. അപ്പം എന്നോട് പറയും വരണ്ട, ട്രെയിനിലെങ്ങാനും വന്ന് വല്ല കോവിഡ് എന്തെങ്കിലും ആയി അച്ഛനും അമ്മയും പ്രായമായതല്ല നമ്മൾ നോക്കണ്ടേന്ന് പറയും. ഇവരൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ തന്നെ പുറത്തൊക്കെ നിന്നിട്ട് സംസാരിക്കുള്ളൂ, കോവിഡ് സമയത്ത് അത്ര ശ്രദ്ധിച്ചിട്ട്. അപ്പൊ എനിക്ക് ഒരു 3 മാസം ഞാൻ അച്ഛനെ കണ്ടിട്ട് ഫെബ്രുവരിയിൽ കണ്ടത്, ജൂണിൽ അച്ഛൻ മരിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം സമയം വരെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാതെ ഞാൻ ഭയങ്കര എക്സോസ്ഡ് ആയിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ വീഡിയോ കോൾ ചെയ്യും. അച്ഛൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ അന്ന് എനിക്കറിയത്തില്ല, ഞാൻ എല്ലാവരും കോൺഫറൻസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ അന്നാണ് നമ്മൾ കാണുന്നത്, ലാസ്റ്റ് ആയിട്ട് ഫോണിൽ കാണുന്നത്. അന്നൊരു ചേച്ചി വീട്ടിൽ പോയപ്പോൾ വീഡിയോ കോൾ ചെയ്തിരുന്നത് അതായിരുന്നു അവസാനമായിട്ട് കണ്ടത്. കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെ ആ മുഖം എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും. ഇപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഞങ്ങളുടെ ആ വഴി ഇങ്ങനെ കയറുമ്പോൾ അച്ഛൻ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ തോന്നും. അപ്പോൾ അച്ഛൻ എന്നോട് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എന്നോട് പറയുന്നത് എന്താണ്, അച്ഛന് വീണു വയ്യാതായെന്നാ പറയുന്നത്. പക്ഷെ ആംബുലൻസിലാ കൊണ്ടുപോകുന്നത് തന്നെ, കാരണം പെട്ടെന്ന് എത്തണമല്ലോ. അപ്പൊ എനിക്കപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കറിയാം, റിയാലിറ്റി എനിക്കറിയാം, അച്ഛൻ മരിച്ചിട്ടായിരിക്കുമല്ലോ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനൊന്നും ആയിരിക്കരുത്. അവിടെ പോകുമ്പോൾ അച്ഛനൊരു കുഴപ്പമില്ലാതെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യോ കാലോ എന്ത് വേണേലും ഒടിഞ്ഞോട്ടെ, നമ്മളെ മക്കൾ എങ്ങനെ വേണേലും നോക്കും. പക്ഷെ അച്ഛൻ നാളെ നമുക്ക് മരണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റിയാലിറ്റി സാധനം ഉണ്ടല്ലോ സാർ, നമ്മൾ ആ ഒരു വ്യക്തിയെ ഒരു പ്രസൻസ്, അച്ഛനൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം, ആ അച്ഛൻ്റെ കൂടെ കിടക്കുമ്പോഴുള്ള ഒരു സാധനം. അപ്പം ഞാനൊക്കെ ഒരു പ്രായം വരെ അച്ഛൻ്റെ അമ്മയുടെയും നടുവിലാണ് കിടന്നിട്ടുള്ളത്. ഇപ്പം ചെല്ലുമ്പോഴും ആണെങ്കിലും ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോയത് ഇത് ഭയങ്കര പെയിനായിരുന്നു, ഭയങ്കര ഷോക്കായിരുന്നു. അതിന്ന് കുറേ വേണ്ടി വന്ന് ഞങ്ങൾക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയാണ് അച്ഛനെ കുറിച്ചിട്ട് എഴുതാൻ തുടങ്ങിയത്. പിന്നെ എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും അച്ഛനെ കുറിച്ച് എഴുതുമ്പോൾ ബാക്കി എൻ്റെ എഴുത്തുകൾക്ക് അങ്ങനെ വലിയ കടുപ്പമുണ്ട്, അത്ര ശക്തമാണെന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ല സാർ. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ മാഗസീനിൽ ഇന്റർവ്യൂ എഴുതുന്നുണ്ട്, പക്ഷെ പ്രത്യേക തരം ഒരു അപ്രിസിയേഷൻ ഒന്നും എനിക്ക് എവിടെ നിന്നും വന്നിട്ടില്ല. പക്ഷെ അച്ഛനെ കുറിച്ചിട്ടും ലൈഫിനെ കുറിച്ചും എഴുതുമ്പോൾ അതിലൊരു ലൈഫ് ഉണ്ടെന്നും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നും പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇത് എഴുത് എന്ന് കൂടുതൽ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും പറയുന്നു. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് എഴുതിയത്.